ഹായ് ഫ്രണ്ട്സ്, കേരള PSC LGS LDS 2024 അതിനുള്ള കറണ്ട് അഫയേഴ്സിന് 2 പരീക്ഷയ്ക്ക് 20 മാർക്കുണ്ട് നമുക്കറിയാം. ആ 20 മാർക്ക് ഉറപ്പിക്കാൻ ഉള്ള ഒരു പങ്ക്തിയാണിത്. കൃത്യമായി ക്ലാസ്സുകൾ കാണുക. ഓരോ 5 എണ്ണം കഴിയുമ്പോഴും നമ്മൾ ഒരു എക്സാം വയ്ക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ. അതുകൊണ്ട് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെയുണ്ട്, അതിൽ ചേരുക. കറണ്ട് അഫയേഴ്സ് പരമാവധി കണക്ട് ചെയ്ത് എങ്ങനെ പഠിക്കാം നോക്കാം. നമ്മളിപ്പോൾ PSC ബുള്ളറ്റിനാണ് കവർ ചെയ്യുന്നത്. PSC ബുള്ളറ്റിൻ കവർ ചെയ്തതിന് ശേഷം നമുക്ക് വളരെ വേണ്ടപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട മേഖലകൾ കൂടി കവർ ചെയ്യും. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്, അത് കഴിഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ 2023 നടന്നത്. എക്സാമിന് മുമ്പായിട്ട് 2024 ആനുകാലികങ്ങൾ കവർ ചെയ്യും. അങ്ങനെ മുഴുവൻ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ ഫോബ്സ് മാഗസിൻ ലോകത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീകളുടെ വാർഷിക പട്ടികയിൽ ഇടം നേടിയ 500 പേരെ കണ്ടെത്തുകയുണ്ടായി. അതിൽ 4 ഇന്ത്യക്കാരുണ്ട് എന്ന് ഓർത്തു വയ്ക്കുക. അതിൽ ഒന്നാമത് നിൽക്കുന്നത് നിർമ്മല സീതാരാമനാണ്, നമ്മുടെ ധനകാര്യ മന്ത്രിയാണ്. 32ാം സ്ഥാനത്താണ് നിർമ്മല സീതാരാമൻ. ഫോബ്സിന്റെ പട്ടികയിൽ ശക്തരായ 100 പേരിൽ, ശക്തരായ 100 വനിതകളിൽ, ലോകത്തെ ശക്തരായ 100 വനിതകളിൽ നിർമ്മല സീതാരാമൻ 32ാമത്തെ സ്ഥാനമാണ്. നിർമ്മല സീതാരാമൻ BJP കാരിയാണല്ലോ. അപ്പോൾ ഓം എന്നുള്ളൊരു ചിഹ്നം ഓർത്ത് വയ്ക്കുക. അവിടെ കണ്ടോ, ഓം എന്നുള്ളത് നമുക്ക് 32 എന്നുള്ള നിലയിൽ ഓർത്ത് വയ്ക്കാൻ പറ്റും. 32. അപ്പോൾ ഓമും BJPയും തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ളതല്ല കേട്ടോ പറയുന്നത്. അവരങ്ങനെ ഒരു പരിസരത്താണല്ലോ അവർ നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് 32 ഓർത്തു വയ്ക്കാനുള്ള ഒരു ക്ലൂ തന്നതാണ്. ഇങ്ങനെ നമുക്ക് ഓരോ തരത്തിൽ ഓർത്തു വെച്ചാൽ മറന്നു പോവില്ല. മറ്റത് ഈ 32ാം സ്ഥാനമാണെന്നൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. അപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് 32ാം സ്ഥാനം. അടുത്തത് HCL കോർപ്പറേഷൻ ചെയർപേഴ്സൺ റോഷ്നി നാടാർ മൽഹോത്ര. റോഷ്നി നാടാർ മൽഹോത്രയാണ് മറ്റൊരു ഇന്ത്യക്കാരി, ഈ ലിസ്റ്റിൽ കടന്നു വന്ന ഇന്ത്യക്കാരി. അപ്പം എങ്ങനെ ഓർത്തു വയ്ക്കും? അവിടെ റോഷ്നി നാടാർ മൽഹോത്രയിൽ ഒരു നാടയുണ്ട്. HCL കോർപ്പറേഷനിൽ ഒരു HC ഉണ്ട്. HC എന്ന് പറഞ്ഞാൽ ഹെഡ് ക്ലർക്കാണെന്ന് ഓർത്തു വയ്ക്കുക. ഒരു കോർപ്പറേഷനിലെ ഹെഡ് ക്ലർക്ക്. പിന്നെ ഒരു നാടയുമുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ സോമ മൊണ്ടൻ. അപ്പോൾ അവിടെ നമുക്ക് അറിയാലോ, സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സോമരസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മദ്യത്തിന് പണ്ട് പറയുന്ന പേരാണ്. ഒരു സ്റ്റീൽ ഗ്ലാസിൽ സോമരസം ഇരിക്കുന്നുണ്ട് അവിടെ. ബയോകോൺ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ കിരൺ മജുംദാർ ഷോ. അവിടെ മജുംദാർ ഷാ. ബയോകോൺ ചീഫ് എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ കിരൺ മജുംദാർ ഷാ. അപ്പോൾ അവിടെ പറയുകയാണ്, വേറൊരാൾ വരികയാണ്. ഒരു എന്താ പറയുക, ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഡയറക്റ്റ് സെയിൽസിൻ്റെ ചെയിൻ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പറയുക, ഞങ്ങൾ വളരെയധികം, ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ ജൈവ കൃഷി എന്ന് പറയുന്നത് പോലെ ബയോ ആയിട്ടുള്ള, ബയോളജിയിൽ ജീവൻ ഉണ്ടല്ലോ അല്ലേ, ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ബയോ പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിരൺ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയുള്ള ഒരു പയ്യനാണ്. ആ കിരൺ വന്നിരിക്കുകയാണ്. എവിടെയാണ് വന്നിരിക്കുന്നത്? ആ കോർപ്പറേഷനിൽ വന്നിരിക്കുകയാണ്. ആ കോർപ്പറേഷനിലെ ഹെഡ് ക്ലർക്കിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. ആ ഹെഡ് ക്ലർക്കിൻ്റെ മുന്നിലേക്ക് ഒരു നാട വിരിച്ചിട്ട് അവരങ്ങനെ ചില സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഒരു നാട, ഇത് പ്രത്യേകമായി തയ്യാറാക്കിയ നാടയാണ്. ആ നാടയുടെ ഗുണം കാണിച്ചു കൊടുക്കുകയാണ്. ആ സ്റ്റീൽ പാത്രത്തിൽ മദ്യം, അത് ശരീരത്തിന് എതിരാണല്ലോ. ആ മദ്യം ഈ നാടയൊന്നാണ്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടു, അതിലെ മദ്യത്തിൻ്റെ എഫക്റ്റൊക്കെ പോയി പച്ചവെള്ളമായിട്ട് മാറി. അപ്പോൾ അങ്ങനെയൊക്കെ പല പ്രൊഡക്റ്റുകളും നമ്മുടെ നാട്ടിലിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടല്ലോ. ഡയറക്റ്റ് മാർക്കറ്റിംഗ് മൊത്തം മോശമാണെന്നല്ല പറയുന്നത്, പലരും പറ്റിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെ കിരൺ അങ്ങനെ ഉള്ള ഒരാളാണോ അല്ലേന്ന് അറിയില്ല, വെറുതെ അങ്ങനെ കൊണ്ടുവന്നൊരു കഥ. അപ്പോൾ കിരൺ അതുമായിട്ട് ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്, ഒരു ബയോ പ്രൊഡക്റ്റുമായിട്ട്. അപ്പോൾ ബയോകോണിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ കിരൺ മജുംദാർ ഷാ. HC ശക്തിയായ ഒരു വനിതയാണ്. അവർ പറഞ്ഞു, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, നിങ്ങളാണെന്ന് വിചാരിക്കാം, നിങ്ങളൊരു ആ പദവിയിലൊക്കെ ഇരിക്കുന്ന ആളാണ്, ഓഫീസിൽ ക്ലർക്കൊക്കെ ആയിട്ട് കയറി ഹെഡ് ക്ലർക്കായി, നിങ്ങൾ ശക്തരായ ഒരു സ്ത്രീയാണ്, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ നല്ല പ്രൊഡക്റ്റുകൾ കൊണ്ടുവരൂ, ഞാൻ മേടിക്കാം.
ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് കിരണിനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനത്തെ ഒരു കഥ ഓർത്തു വയ്ക്കുക. വെറുതെ ഒരു കഥ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ HCL കോർപ്പറേഷൻ റോഷ്നി നാടാർ മൽഹോത്ര, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ സോമ മണ്ടേൽ, ബയോകോൺ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ കിരൺ മജുംദാർ ഷാ. ഇതിൽ നിർമ്മല സീതാരാമൻ തുടർച്ചയായി 5ാം തവണയാണ് ഈ സ്ഥാനത്തെത്തുന്നത്. ഫോബ്സിന്റെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തിയായ സ്ത്രീ 2023 ഉർസുല വോൺ ഡെർ ലെയ്നാണ്. ആ ഉർസുല വോൺ ഡെർ ലെയ്നിൽ ഉർസുല എന്ന് ഓർത്തു വയ്ക്കുക. ഉർസുല എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വല. ഏറ്റവും ശക്തിയായ സ്ത്രീ ഏറ്റവും ഊർജ്ജസ്വലയായിരിക്കുമല്ലോ. അപ്പോൾ 2023 കണക്കനുസരിച്ച് ഏറ്റവും ഊർജ്ജസ്വലയായ സ്ത്രീയാണ് ഏറ്റവും ശക്തിയായ സ്ത്രീ ഉർസുല വോൺ ഡെർ ലെയ്നർ. ഈ ഉർസുല വോൺ ഡെയ്നർ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് കൂടിയാണ് ഉർസുല വോൺ ഡെർ ലെയ്നർ. 2023 ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്ക് റിപ്പോർട്ട് ആ കാർഡുകളിൽ A+ റാങ്ക് നേടിയിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ്. അപ്പം ശക്തികാന്ത ദാസ് ഏറ്റവും ശക്തനായ സെൻട്രൽ ബാങ്കറായി ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്കർ റിപ്പോർട്ടുകളിൽ ഇടം നേടിയിട്ടുണ്ട്. മറ്റൊന്ന് ആത്മകഥയാണ്. ദ്രൗപദി മുർമുവുമായി ബന്ധപ്പെട്ട ഒരു ആത്മകഥയാണ്. ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റെയ്സിന ഹിൽസ്. ഓർത്തു വയ്ക്കാൻ വളരെ സിമ്പിളാണ്. നമുക്കറിയാം ദ്രൗപദി മുർമു ഇന്ത്യയുടെ ആദ്യത്തെ ഗോത്രവർഗക്കാരിയായ രാഷ്ട്രപതിയാണ്. അപ്പോൾ ട്രൈബൽ ഹിൻഡർലാൻഡ്സ് അവർ ഗോത്രവർഗ പ്രദേശത്തിൽ നിന്നാണ് വരുന്നത്. ഗോത്രവർഗ പ്രദേശത്ത് നിന്ന് റെയ്സിന ഹിൽസിലുള്ള രാഷ്ട്രപതി ഭവനിലേക്ക് ഉള്ള യാത്രയാണത്, അല്ലേ? റെയ്സിന ഹിൽസിലാണ് രാഷ്ട്രപതി ഭവൻ എന്ന് നിങ്ങൾക്കറിയാം. അപ്പം ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റെയ്സിന ഹിൽസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാം. ദ്രൗപദി മുർമുവിൻ്റെ ജീവിതകഥയാണ്. ആത്മകഥയല്ല, ജീവിതകഥയാണ്. ദ്രൗപദി മുർമു 2022 സ്ഥാനമേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് ചോദിച്ചോളാം. കാരണം 2022 നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ പെടും. 2022 ജൂലൈ 25 ദ്രൗപദി മുർമു സ്ഥാനമേൽക്കുന്നത്. ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ 7ാം മാസം. 7ാം മാസം 25-ാം തീയതി. ഇതും നമ്മൾ എങ്ങനെ ഓർത്തു വയ്ക്കാം? 2023 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് PSC പഠിക്കുന്നവർക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. 2022 അത് ജൂലൈ മാസമാണ് എന്നുള്ളതൊന്നും നമ്മൾ ചിലപ്പോൾ ഓർത്തു വെച്ചോളന്നില്ല. 25-ാം തീയതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കാൻ കുറച്ച് പ്രയാസവുമാണ്. അവിടെയും നമുക്കൊരു കഥയല്ല, കണക്ട് ചെയ്യുക. മെമ്മറീസ് ആർ കണക്ഷൻസ്. മെമ്മറി എന്ന് പറയുന്നത് കണക്ഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാലോ ദ്രൗപദി മുർമുവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് 2ാം സ്ഥാനമുണ്ട്. എന്താണ് ആ 2ാം സ്ഥാനം? ഇന്ത്യയുടെ 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് അവർ. 1ാമത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ്. അപ്പോൾ അവിടെ 2 വന്നു. 5 വർഷത്തേക്കാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 2-5 അതങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി നമുക്കുള്ളത് 7 2022 ജൂലൈ 25 അപ്പം 7ാമത്തെ മാസമാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് ഓർത്തിരിക്കുക? ആ 7ാമത്തെ മാസം അവരാലോചിച്ചാൽ മതി. അവർ ട്രൈബൽ ലാൻഡിൽ നിന്നും ഒരു കൊടി ഉയർത്തിയിട്ടാണ് വരുന്നത്. അത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ 7 2022 ജൂലൈ 25 ദ്രൗപദി മുർമു ഈ പദവി വഹിക്കുന്ന 2ാമത്തെ വനിതയാണ്. മാത്രമല്ല 7 മറ്റൊരു തരത്തിൽ നമുക്ക് ഓർത്തു വയ്ക്കാം. 1947 ശേഷമാണ് അവർ ജനിക്കുന്നത്. എന്താണ് അതിന് പ്രത്യേകത? സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി കൂടിയാണ്. അപ്പം 47 ശേഷം ജനിച്ച, അപ്പം ആ 7മായി ബന്ധപ്പെട്ട അങ്ങനത്തെ ഒരു ഓർമ്മ കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ വലിക്ക് 2022 47 ശേഷമാണ് ജനിച്ചത് എന്നുള്ളത് കൊണ്ട് 7ാം മാസമാണ് അവർ തെരഞ്ഞെടുത്തതെന്നും 25-ൽ 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണെന്നും 5 വർഷത്തേക്കാണ് അവരെ തെരഞ്ഞെടുത്തതെന്നും തിരയിൽ നമ്മളൊന്ന് കണക്ട് ചെയ്തു വെച്ചാൽ ഒരു മാലയിൽ കോർത്തതുപോലെ ഈ വിഷയങ്ങൾ നിൽക്കും. ഇങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾക്ക് മറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആളാണ്. അത് ഇതുമായി ബന്ധപ്പെടാലോ. 47 മുന്നേ ജനിച്ചവരാണ് ഇതുവരെയുണ്ടായ രാഷ്ട്രപതിമാർ മുഴുവൻ. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഓർത്തു വെച്ചാൽ സാധ്യത കൂടുതലാണ്.
ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നയാളാണ്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ഇനി അവർ എവിടെ നിന്നാണ് വരുന്നത്? ഒഡീഷയിൽ നിന്നാണ്. ഒഡീഷയിൽ എവിടെ നിന്നാണ്? മയൂർ ബഞ്ചിൽ നിന്നാണ്. മയൂർ ബഞ്ച് എന്നുള്ളത് മയൂർ ബെഞ്ച് എന്ന് ഓർത്തു വയ്ക്കുക. ലോക്സഭയുടെയും രാജ്യസഭയുടെയും എല്ലാവരുടെയും കൂടി രാഷ്ട്രപതിയാണ്, നമ്മുടെ ഒക്കെ രാഷ്ട്രപതിയാണ്. നമ്മുടെ ലോകസഭ മയിലിൻ്റെ തീമിലാണ്, ആ തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ലോക്സഭ മയിലിൻ്റെ, മയൂർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ അവിടെ ആ മയൂർ ബെഞ്ചിൽ നിന്ന് വന്ന ഒരാൾ കൂടിയാണ് ആ ലോക്സഭയുടെയൊക്കെ നേതൃസ്ഥാനത്തിരിക്കുന്നത്. അവര് സന്താൽ ഗോത്രവർഗ വിഭാഗത്തിലെ വ്യക്തിയാണ് ദ്രൗപദി മുർമു. ആ മുർമു എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്താൽ ഗോത്രവർഗ വിഭാഗത്തെ നമുക്ക് ഓർത്തു വയ്ക്കാം. കാരണം സന്താൽ വിഭാഗം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ പോരാട്ടങ്ങളിൽ ഏറ്റവും ശക്തമായ പങ്കുവഹിച്ച ഗോത്രവർഗ വിഭാഗമാണ്. ഇന്ത്യയിലെമ്പാടും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രവർഗങ്ങൾ വലിയ സമരം നടത്തിയിട്ടുണ്ട്, വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ സന്താൽ വിഭാഗം വളരെ ശക്തമായ പോരാട്ടം നടത്തിയതാണ്. നമുക്ക് PSCക്ക് ഓർത്തിരിക്കേണ്ടതാണ്. ആ രണ്ടാളുകളുടെ പേരുകൾ നിങ്ങൾ ഓർത്തു. സിദ്ധു മുർമു, കാനു മുർമു എന്നാണ്. അപ്പം മുർമു എന്നുള്ള വാക്കിൽ തന്നെ സന്താൽ വിഭാഗത്തെ ഓർത്തിരിക്കാനുള്ള എന്തുണ്ട്? ക്ലൂ ഉണ്ട്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് യശ്വന്ത് സിൻഹയാണ്. യശ്വന്ത് സിൻഹ എന്ന് പറഞ്ഞാൽ നല്ല യശസ് ഉള്ള ഒരാളുമായിട്ട് തന്നെയാണ് മത്സരിച്ചത് എന്ന് വെറുതെ ഓർത്തു വയ്ക്കുക. അപ്പം യശ്വന്ത് സിൻഹയായി. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന് പുതിയ പേര് കൊടുത്തിട്ടുണ്ട്, സംവിധാൻ സദൻ. നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ദ്രൗപദി മുർമുവിൻ്റെ ഒരു ജീവിത കഥ എന്താണ്? ട്രൈബർ ഹിൻഡർലാൻഡ് ടു റെയ്സിന ഹിൽസ്. അതുപോലെ തന്നെ അവർ അവർ ഔദ്യോഗികമായി സ്ഥാനമേറ്റ തീയതി 2022 23-ലല്ല തെരഞ്ഞെടുപ്പ് നടന്നത്, 22-ലാണ്. 22 ജൂലൈ മാസത്തിലാണ്. ജൂലൈ മാസം എന്ന് പറയുന്നത് 7ാമത്തെ മാസമാണ്. 1947 ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ്. അവിടുത്തെ 7 ആ മാസവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. 25 എന്നുള്ളത് 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ്. അതിൽ 5 വർഷത്തേക്കാണ് അവരെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ള നിലയിൽ ആ 25ഉം ഉറപ്പിച്ചു വെക്കുക. ഹൈ ഫ്രണ്ട്സ്, ഉറക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. ഈ കോഡുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ എത്തി നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ അവർ ജനിച്ചിട്ടുള്ളത് ഒഡീഷയിലാണ്. ഒഡീഷയിലെ മയൂർ ബെഞ്ച് ജില്ലയിലാണ്. നമ്മുടെ ലോക്സഭ വിധാനം ചെയ്തിട്ടുള്ളത്, നമ്മുടെ ലോക്സഭ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മയിലിൻ്റെ ആകൃതിയിലാണ്. രാജ്യസഭ നിങ്ങൾക്കറിയാം താമരയുടെ ആകൃതിയിലാണ്. അപ്പോൾ ആ ലോക്സഭയുടെയും രാജ്യസഭയുടെയും രാജ്യത്തിൻ്റെ ഒട്ടാകെ നമ്മുടെ നേതാവാണ് രാഷ്ട്രപതി. അപ്പോൾ അവിടെ ആ സ്ഥാനത്തിരിക്കുന്ന ആളും മയൂർ, ആ മയിലുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തിരിക്കുക. അവർ ആദ്യത്തെ ഗോത്രവർഗക്കാരിയായ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന 2ാമത്തെ വനിതയാണ്. ഇതൊക്കെ ഓർത്തുവിരിക്കണം. അതുപോലെ തന്നെ അവർ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആ പദവിയിലെത്തുന്ന ഒരാളാണ്. അവർ വിജയിച്ചത് യശ്വന്ത് സിൻഹയ്ക്കെതിരെയാണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര് മറന്നു പോകണ്ട, സംവിധാൻ സദൻ എന്നാണ്. അടുത്തതാണ് ശ്രേഷ്ഠ. ശ്രേഷ്ഠ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര പദ്ധതിയാണ്. പട്ടികജാതി വർഗ വിഭാഗക്കാർക്ക്, പട്ടികജാതിക്കാർക്ക്, ആ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ശ്രേഷ്ഠ. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം പട്ടികജാതി വിഭാഗം സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുകയാണ്. അവർക്ക് സാമൂഹികമായും സാമ്പത്തികമായും ഉയർന്നു വരാനുള്ള ശേഷിയുണ്ട്. അതിനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല പല കാരണത്താൽ. അവരുടെ സാമൂഹ്യ പിന്നാക്കാവസ്ഥയും സാമ്പത്തികമായ പിന്നാക്കാവസ്ഥയും തന്നെയാണ് കാരണം. അതിനൊക്കെ നിങ്ങൾക്കറിയാലോ, നമ്മൾ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാക്കം നൽകുന്ന വിഭാഗക്കാർക്ക് മുന്നോട്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരാൾക്ക് അയാളുടെ ശേഷികൾ മൂർച്ച കൂട്ടപ്പെടും, അയാളുടെ സ്വാഭാവികമായ കഴിവുകൾ പരിഷ്കരിക്കപ്പെടും. അത് അങ്ങനെയുള്ള ഒരു കഴിവുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. അപ്പം ശ്രേഷ്ഠ എന്നുള്ളത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള പദ്ധതിയാണ്. പശ്ചിമ ബംഗാളിലെ ബ്രാൻഡ് അംബാസഡർ സൗരവ് ഗാംഗുലിയാണ്. നമുക്കറിയാലോ, പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയാണ്. വലിയ ഗൗരവക്കാരിയാണ് അല്ലേ? പലപ്പോഴും നമ്മളങ്ങനെ ചിരിക്കണമൊന്നും കാണില്ല.
ഒരു ഗൗരവക്കാരിയായ സ്ത്രീയാണ്. അങ്ങനെ ആലോചിക്കുക സൗരവ് ഗാംഗുലി. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക അമൃത്സർ ജില്ലയിലെ അട്ടാരി വാഘ അതിർത്തിയിലാണ്. പഞ്ചാബിലെ അമൃത്സർ ജില്ലയിലെ അട്ടാരി വാഘ അതിർത്തിയിലാണ്. അതെങ്ങനെ ഓർത്തു വയ്ക്കും? അതിൻ്റെ ഉയരം 418 അടിയാണ്. ഉയരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആർക്കും സംശയമില്ല, എവറസ്റ്റ് ആണ് നമ്മുടെ മുന്നിലേക്ക് എത്തുക. 8848 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന എവറസ്റ്റ് ആണ് നമ്മുടെ മനസ്സിലേക്ക് കുത്തി നിൽക്കുക. നോക്കൂ, ആ 48 അപ്പോൾ ഉയരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ആ 48ന്റെ നടുവിലായിട്ടൊരു കൊടി ഉയർത്തി എന്ന് വിചാരിച്ചോളൂ. അപ്പം 418 7 എന്ന് ഓർത്തിരിക്കേണ്ട, കൊടിയുടെ പോസ്റ്റ് മാത്രം ഓർത്തിച്ചാൽ മതി. 418. ആ 418 അടി ഉയരത്തിലാണ്. പക്ഷേ ഇത് നേപ്പാളിലുള്ള എവറസ്റ്റിൻ്റെ മുകളിലല്ല നാട്ടിയിരിക്കുന്നത്, പഞ്ചാബിലാണ്. നിങ്ങൾക്കറിയാം, പഞ്ചാബ് എന്ന് പറഞ്ഞാൽ, പഞ്ചാബികൾ എന്ന് പറഞ്ഞാൽ, സിഖുകാർ എന്ന് പറഞ്ഞാൽ നല്ല ഉയരമുള്ള ആളുകളാണ്. അവിടെ അമൃത്സർ ജില്ലയിലാണ്. പഞ്ചാബ് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അമൃത്സർ ജില്ല വരും. അവിടെ അട്ടാരി വാഘ അതിർത്തിയിലാണ്. അട്ടാരി വാഘ അതിർത്തിയിൽ. അപ്പോൾ അവിടെ അട്ടിക്ക് കല്ലിട്ടിട്ടാണ് ഏറ്റവും മുകളിലായിട്ട് ഇത് ഉയർത്തിയത് എന്ന് ഓർക്കുക. അപ്പോൾ അട്ടാരി വാഘ അതിർത്തിയിൽ പഞ്ചാബിൽ അമൃത്സറിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ദേശീയ പതാക സ്ഥിതി ചെയ്യുന്നത്. 418 അടിയാണ്. ഓപ്പറേഷൻ ചക്ര 2. ഓപ്പറേഷനെ കുറിച്ച് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് ഇന്ത്യയിലെ സൈബർ കുറ്റവാളികൾക്കെതിരെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ പരിശോധനയാണ്. ഇതിൻ്റെ പേര് ഓപ്പറേഷൻ ചക്ര 2. ചക്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇന്റർനെറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യുക അല്ലേ? നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ ഇന്റർനെറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ ഇന്റർനെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അതാരോ ഹാക്ക് ചെയ്തിരിക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർനെറ്റ് ആരോ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സൈബർ കുറ്റകൃത്യം തന്നെയാണത്. അപ്പോൾ ആ സൈബർ കുറ്റവാളികൾക്കെതിരെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ചക്ര 2. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ 2022 ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ പട്ടണം ഏതാണ്? ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യമുള്ള പട്ടണം കൊൽക്കത്തയാണ്. ഞാനും ഇത് വായിക്കുമ്പോൾ എനിക്കൊരു അതിശയം തോന്നി. ഞാൻ വിചാരിച്ചിരുന്നത് കൊൽക്കത്തയൊക്കെ വളരെ മോശമാണ്, വലിയ അതിക്രമങ്ങൾ നടക്കുന്ന നഗരമാണെന്നാണ്. പക്ഷേ കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ 2022 റിപ്പോർട്ട് പ്രകാരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരാക്രം ദിവസാണ്. പരാക്രം ദിവസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ജനുവരി 23 ജനുവരി 23 പരാക്രം ദിവസ് ആവാനുള്ള കാരണം അത് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് അത് പരാക്രം ദിവസായിട്ട് ഓർക്കുന്നത്. അപ്പം ജനുവരി 1, 2, 3 പരാക്രം അവാർഡുകൾ എന്ന് പറയുന്നത് പരമവീർ ചക്ര അവാർഡ് പോലെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരാക്രം എന്ന് പറയുന്നത്. നല്ല നമ്മുടെ മലയാളത്തിലെ പരാക്രമം പോലെയല്ല, ധീരരാവുകയും പോരാടുകയും ചെയ്യുന്ന ആളുകളാണ്. അവരൊക്കെ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുള്ള ആളുകളാണല്ലോ. അതിർത്തിയിൽ പോരാടുന്നവരാകട്ടെ, തങ്ങളുടെ ജീവിത സാഹചര്യം മാറ്റുന്നതിന് വേണ്ടി പോരാടുന്ന നിങ്ങളാകട്ടെ, നിരന്തരമായി പോരാടുന്നവർക്കുള്ള സ്ഥാനമാണ് 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ. തീർച്ചയായിട്ടും ഈ പഠനം ഉപേക്ഷിക്കേണ്ട. പലരും നിങ്ങൾക്കറിയാം, വളരെയധികം ശുഭകരമല്ലാത്ത വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് മുന്നിൽ ആര് സമരത്തിലാണ്? നമ്മുടെ സിവിൽ പോലീസ് ഓഫീസേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ട, റാങ്ക് ലിസ്റ്റിൽ വരേണ്ട ആളുകൾ സമരത്തിലാണ്. 10,000 ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് ഏകദേശം 3000 ആളുകളെ മാത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, പോസ്റ്റിങ്ങുകളൊക്കെ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി. അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ പലരും ആശങ്കയിലാണ്, ഇനി സർക്കാർ ജോലിക്ക് വലിയ സാധ്യതയുണ്ടോ? അതിനിടയിൽ ഇന്നൊരാൾ വിളിച്ച് ചോദിച്ചു, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം എന്ത് ചെയ്തിട്ടുണ്ട്, മുടങ്ങുന്നുണ്ട് എന്നുള്ളത്. ഇത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്തും സംഭവിക്കുന്ന ഒന്നാണ്. ഇത് മാറും, ഇതൊന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല, ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകും. 2000-ൽ ഞാൻ സർക്കാർ സർവീസിൽ ഇരിക്കുന്ന സമയത്താണ്, ഞാൻ ജോയിൻ ചെയ്ത് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഒരു കറുത്ത ഉത്തരവ് ആ കാലഘട്ടത്തിൽ വന്നത്. എന്തായിരുന്നു ആ ഉത്തരവെന്ന് പറയുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇനി DA ഇല്ല, കുറച്ചു കാലത്തേക്ക് നിയമന നിരോധനം. അതിനെതിരെ ശക്തമായ സമരം 10-40 ദിവസങ്ങളാണ്ട് നിന്ന സമരം നടന്നു. ആ സമരം തുടക്കത്തിൽ വിജയിച്ചിട്ടില്ലെങ്കിലും പിന്നീട് വിജയിക്കുക തന്നെയാണ് ചെയ്തത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നീട് DA ഒക്കെ കിട്ടി, തടഞ്ഞു വെക്കാൻ പറ്റിയില്ല. അന്നത്തെ നിയമന നിരോധനം നീങ്ങി വീണ്ടും ജോലിയിലേക്ക് ആളുകളെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ
തൽക്കാലത്തേക്ക് ഇതൊക്കെ നടക്കുമെങ്കിലും ഇപ്പോൾ ഇത് കേട്ട് ഒരുപാട് പേര് പഠിക്കാതിരിക്കും. ഇതൊരു ശരിയായ സന്ദർഭമാണ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് പേര് ഡെസ്പായിട്ടുണ്ടാവും, വിഷമത്തിലായിട്ടുണ്ടാവും. നിങ്ങൾക്കിത് റൈറ്റ് ടൈമാണ് പഠിക്കാൻ. ഇത് ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പഠിക്കുക എന്നുള്ള ലക്ഷ്യം വെക്കുക. ഇതിന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ തൊഴിൽ ഉപേക്ഷിച്ച് ഇതന്നെ മെയിൻ പരിപാടിയായിട്ട് നടക്കാതെ നിങ്ങൾ ഒരു നിശ്ചിത സമയം മാറ്റിവെച്ചുകൊണ്ട് പഠിക്കുക. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ വളരെ ഹാപ്പി ആയിട്ട് പഠിക്കുക. ഈ വിഷയങ്ങളെയൊക്കെ തന്നെ നിങ്ങൾ വളരെ രസകരമായി കണ്ടുകൊണ്ട് മനസ്സിലേക്ക് എടുക്കുക. അറിവ് ആഹ്ലാദം തരുന്ന ഒന്നാണ്, അല്ലാതെ അത് മടുപ്പിക്കുന്ന ഒന്നല്ലാതാക്കി മാറ്റുക, മടുപ്പിക്കുന്ന ഒന്നാക്കി മാറ്റരുത്. അങ്ങനെയുള്ള ഒരു കോഴ്സ് കൂടി നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. 2053 രൂപയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ്. 1.5 വർഷത്തേക്കാണ്. 2053 രൂപ നിങ്ങൾക്ക് ചെലവഴിക്കപ്പെടേണ്ടതുള്ളൂ. 1.5 വർഷത്തേക്ക് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് വലിയ പ്രതീക്ഷകൾ, ഇനിയുള്ള 4 മാസങ്ങൾ കൊണ്ട് PSC നമുക്ക് ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റി എന്ന് വരാം. പക്ഷേ അതിലൊരു സാധ്യത മാത്രമാണുള്ളത്. അതേസമയം നിങ്ങൾ നിരന്തരമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞു വരുന്ന പല എക്സാമുകളും ക്വാളിഫൈ ചെയ്യും. ഒരു ദിവസം നിങ്ങൾ എത്തിയിരിക്കും. അപ്പോൾ 1.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് 25 മൊഡ്യൂളുകൾ തീർക്കാൻ പറ്റാവുന്ന രീതിയിൽ വളരെ ഹാപ്പി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റാവുന്ന, ടെൻഷൻ ഇല്ലാതെ. അതിനൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ജോലിക്ക് പോയി തുടങ്ങണം. PSC എന്നുള്ള രീതിയിൽ ഫുൾ ടൈം PSC ആയി ഇത് ഈ അടുത്ത ആഴ്ച കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒന്നല്ല PSC. അവകാശം എടുക്കൂ. നിങ്ങൾ ഈ അർജൻസി ഉപേക്ഷിക്കൂ. അതായത് ഇങ്ങനെ കടന്ന് വരകുക എന്ന് പറയും, അങ്ങനെ വരകാതെ വളരെ കൂളായിട്ട് പഠിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടിയിരിക്കും, ഈ ജോലി വന്നിരിക്കും. ഈ നിയമനത്തിലുള്ള ഈ മെല്ലപ്പോക്ക്, ഇപ്പോഴത്തെ സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അത് മാറിയാൽ ഒരു നല്ല കാലം വരാതിരിക്കില്ല. മാത്രമല്ല തീരെ നിയമനം നടക്കാത്ത ഒരവസ്ഥയൊന്നുമല്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നല്ല രീതിയിൽ നിയമനം നടക്കുന്നുണ്ട്. അത് ഞാൻ തമാശയ്ക്ക് പറയല്ല, നിങ്ങൾ കമ്പയർ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇത് മാറും. ഇത് ശുഭോദർക്കമാണ് എന്ന് പറയുന്നില്ല. ധാരാളം പഠിച്ച് അവരെ അവിടെ സമരത്തിന് പോയി നിൽക്കുന്നു. ആ സമരക്കാരോട് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവാത്തതൊന്നും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇത് പല സർക്കാരിൻ്റെയും കാലത്ത്, എൻ്റെ തന്നെ അനുഭവം, ജോലിയിൽ കയറി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്താണ് പറയുന്നത്, ഇനി DA ഇല്ല, പെൻഷൻ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആക്കാനുള്ള നീക്കമൊക്കെ ആ ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലൊന്നും തന്നെ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെ മാറി ഇത് ഒരുപാട് കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ കുറേ ആൾക്കാർ പഠനം നിർത്തും. ആ പഠനം നിർത്തിയ ആളുകൾ അവർക്ക് പോയി. അതേസമയം ഇത് നിരന്തരമായിട്ട്, അതായത് നിങ്ങൾ ഇത് പഠിക്കാൻ തുടങ്ങേണ്ടത് ഈ 2024 LDC അല്ല, 2027 LDC വരുന്നുണ്ടല്ലോ, അതിനെ കൂടി ടാർഗറ്റ് ചെയ്ത് 2027 അത്രയ്ക്കൊന്നും കാലം കാത്തിരിക്കേണ്ട. അതിനിടയിൽ പല എക്സാമുകൾ വരും. എല്ലാ എക്സാമുകളും അപ്ലൈ ചെയ്യുക. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് 8075963937 എന്നുള്ള നമ്പറിലേക്ക് ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഓക്കെ. അപ്പോൾ വ്യോമസേനയ്ക്ക് പുതിയ ഫ്ലാഗ് വന്നു. അപ്പോൾ ഇത് പരാക്രം ദിവസത്തെ കുറിച്ച് പറഞ്ഞില്ല. 21 ദ്വീപുകൾക്കാണ് പേര് നൽകിയത്. പരാക്രം ദിവസ് January 23 അത് January 23 എങ്ങനെ ഓർത്തു വെക്കുക എന്ന് പറഞ്ഞാൽ മതി. 1, 2, 3 സ്ഥാനങ്ങളിലെത്തുന്നവരാണ് പോരാടുന്നവർ. ആ പോരാടുന്നവർക്കുള്ളവരാണ്. ഇപ്പോൾ ഈ സിവിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരം വിജയിക്കട്ടെ. അതിനി അവർക്കത് കിട്ടിയിട്ടില്ലെങ്കിലും അടുത്ത എക്സാമിന് അവർ നന്നായി ശ്രമിക്കട്ടെ. നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളോട് പറയണം, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ത് ചെയ്യണം, സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഭരണകക്ഷിയോടും പ്രതിപക്ഷത്തിനോടൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ നാടൊന്നാകെ ഇടപെട്ടാൽ ഇതൊക്കെ മാറ്റം വരും. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണല്ലോ. അപ്പോൾ വ്യോമസേനയ്ക്ക് പുതിയ ഫ്ലാഗ്, ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇനി പുതിയ പതാക വരികയാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുതിയ പതാക വരികയാണ്. വ്യോമസേനയ്ക്ക് പുതിയ ഫ്ലാഗ് വരികയാണ്. ആ ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ള പുതിയ പതാക എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരിക? പുതിയ പതാക ലഭിച്ച ഇന്ത്യയുടെ സൈന്യം ഏതാണ്? അപ്പോൾ വ്യോമസേനയാണ്. വ്യോമസേനയാണെന്ന് ഓർക്കണം. അതായത് നാവികസേനയല്ല, അതുപോലെ തന്നെ കരസേനയല്ല. അത് എന്താണ്? വ്യോമസേനയാണ്. ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു വിമാനം, അത് വ്യോമസേനയുടേതാണെന്നും അതിലൊരു പുതിയ കൊടി നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക. നിങ്ങളുടെ മനസ്സ് കാണണം. അതിൽ അശോക സ്തംഭമുണ്ട്. അവർക്ക് പുതിയ ചിഹ്നത്തിൽ
അശോക സ്തംഭമുണ്ട്, ഒരു ഹിമാലയൻ പരുന്തുമുണ്ട്. അപ്പോൾ ഹിമാലയത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന ഒരു പരുന്തിനെ ഓർക്കുക. ആ പരുന്തിന്റെ ചുണ്ടിൽ ഒരു ചെയിൻ ഉണ്ട്. ആ ചെയിനിന്റെ ലോക്കറ്റ് ഒരു അശോക സ്തംഭമാണ്. അപ്പോൾ വ്യോമസേനയ്ക്ക് പുതിയ പതാക, അവർക്കൊരു പുതിയ ചിഹ്നം, അശോക സ്തംഭവും ഹിമാലയൻ പരുന്തും ഉൾപ്പെട്ട ചിഹ്നം വ്യോമസേനയുടെ പതാകയിൽ. 72 വർഷത്തിന് ശേഷമാണ് വ്യോമസേനയ്ക്ക് പുതിയ പതാക ലഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാരീ ശക്തി വന്ദൻ നിയമം. നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീയാണല്ലോ, സ്ത്രീകൾക്ക് ശക്തി കൊടുക്കുന്ന ഒരു പുതിയ നിയമം നാരീ ശക്തി വന്ദൻ. 33.1/3%, അഥവാ 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് ലോക്സഭയിൽ, അതുപോലെ തന്നെ പാർലമെന്റിൽ, അതുപോലെ തന്നെ നിയമസഭയിലും ഒക്കെ സംവരണം ഉൾപ്പെട്ട SC/ST സംവരണത്തിലേതടക്കം ഉൾപ്പെടുന്ന സീറ്റുകളിൽ 33.1/3%, അഥവാ 1/3% സംവരണം നൽകിക്കൊണ്ടുള്ള നാരീ ശക്തി വന്ദൻ നിയമം പാസ്സായി. ആ നാരീ ശക്തി വന്ദൻ നിയമം ഭരണഘടനയുടെ 106 ഭേദഗതിയോടുകൂടിയാണ് നിലവിൽ വരുന്നത്. ഭരണഘടനയുടെ 106 ഭേദഗതിയാണ് ഏറ്റവും അവസാനത്തെ ഭേദഗതി നിലവിൽ. അപ്പോൾ ഇതുവരെ എത്ര ഭേദഗതികൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ 106 ഭേദഗതികൾ ഉണ്ടായി. ആ 106ാമത്തെ ഭേദഗതി നാരീ ശക്തി വന്ദൻ നിയമമാണ്. ആ 106ാമത്തെ ഭേദഗതി ഏതാണ്? നാരീ ശക്തി വന്ദൻ നിയമമാണ്. SC-കൾക്കും ST-കൾക്കും സംവരണം ചെയ്തിരിക്കുന്നവ ഉൾപ്പെടെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭയിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭേദഗതികളുണ്ട് എന്ന് ചോദിച്ചാൽ 106 ഭേദഗതികളുണ്ട്. 106ാമത്തെ ഭേദഗതി സ്ത്രീകൾക്ക് 1/3 സംവരണം ചെയ്തതാണ്. 2023 സെപ്റ്റംബറിലാണ് അത് നിലവിൽ വന്നത്. 105ാമത്തെ ഭേദഗതിയും ഒന്ന് ഓർത്തിരിക്കുക. 105ാമത്തെ ഭേദഗതി സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരുകളുടെ അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ്. 105ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് എന്താണ്? 105ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളുടെ അധികാരം പുനഃസ്ഥാപിച്ചു. എന്തിൽ? സാമൂഹികമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുന്നതിന്. അപ്പൊ അതും സംവരണവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 104ാമത്തെ ഭേദഗതിയും സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ആംഗ്ലോ ഇന്ത്യന്മാർക്ക് ലോകസഭയിലും നിയമസഭയിലും സംവരണമുണ്ടായിരുന്നു. ആ സംവരണം നിർത്തി. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ആംഗ്ലോ ഇന്ത്യന്മാർക്കുള്ള സീറ്റ് സംവരണം അവസാനിപ്പിച്ച ഭേദഗതിയാണ് 104ാം ഭരണഘടനാ ഭേദഗതി. അതോടൊപ്പം SC/ST വിഭാഗങ്ങൾക്ക് സംവരണം 10 വർഷം കൂടി നീട്ടിക്കൊടുക്കുകയും ചെയ്തു. 103ാം ഭേദഗതിയും സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം നൽകിയ ഭേദഗതി നിയമമാണ് 2019 103ാം ഭേദഗതി. ഇനി 102ാം ഭേദഗതി. 102ാം ഭേദഗതി എന്ന് പറയുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ ഭേദഗതി നൽകിയ ഭേദഗതിയാണ് 102ാം ഭേദഗതി. 101ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ GST നിലവിൽ വന്നു. അതുപോലെ തന്നെ 100ാം ഭേദഗതി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 1974 ഭൂ അതിർത്തി ഉടമ്പടി പിന്തുടരുന്നതിന് ബംഗ്ലാദേശുമായി ചില എൻക്ലേവ് പ്രദേശങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, 100ാം ഭേദഗതി എന്ന് പറയുന്നത് ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി ഉടമ്പടി പിന്തുടരുന്നതിനാണ്. 101ാം ഭേദഗതി GSTയുമായി ബന്ധപ്പെട്ടതാണ്. 102ാം ഭേദഗതി എന്ന് പറയുന്നത് അത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയതാണ്. 103ാം ഭേദഗതി സാമ്പത്തിക സംവരണമാണ്. 104ാം ഭേദഗതി ആംഗ്ലോ ഇന്ത്യന്മാർക്കുള്ള ലോക്സഭയിലെയും രാജ്യസഭയിലെയും സംവരണം നിർത്തുകയും SC/ST വിഭാഗങ്ങൾക്ക് 10 വർഷത്തേക്ക് കൂടി സംവരണം ഉറപ്പാക്കുകയും ചെയ്ത ഭേദഗതിയാണ്. 105ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം പുനഃസ്ഥാപിച്ച ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ 106 ഭേദഗതികളാണ് ഇതുവരെ. 106ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് മറന്നുപോകേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ്. നാരീ ശക്തി വന്ദൻ നിയമമാണത്. നാരീ ശക്തി വന്ദൻ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വനിതകൾക്ക്,
ഇന്ത്യയിലെ വനിതകൾക്ക് ലോക്സഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെയും 1/3 സീറ്റുകൾ സംവരണം ചെയ്ത ഏറ്റവും സുപ്രധാനമായ നിയമം നാരീശക്തി വന്ദൻ നിയമം 106 ഭേദഗതി. വ്യോമസേനയ്ക്ക് പുതിയ ഫ്ലാഗാണേ, മറന്നു പോകണ്ട. ഹിമാലയത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന ഒരു പരുന്ത്, ആ പരുന്തിന്റെ വായിൽ ഒരു പുതിയ എന്തുണ്ട്, ഒരു ചരടുണ്ട്, അശോക സ്തംഭം. നിങ്ങൾ ഓർത്തു വെക്കുക, അശോക സ്തംഭവും ഹിമാലയൻ പരുന്തും ഉൾപ്പെട്ട ചിഹ്നം. ഇങ്ങനെയല്ലേ ആ ചിത്രം വരുന്നത്? ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വ്യോമസേനയ്ക്ക് പുതിയ ഫ്ലാഗ് വന്നു. അതുപോലെ തന്നെ നമുക്കറിയാം പരാക്രം ദിവസം ജനുവരി 23, 1, 2, 3 പരാക്രമികൾക്കുള്ളതാണ് ആ സ്ഥാനം. പരാക്രമികൾ എന്ന് പറഞ്ഞാൽ പോരാട്ട വീര്യമുള്ളവരാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിനാണ് പരാക്രം ദിവസം നമ്മൾ ആചരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാറിലെ 21 ദ്വീപുകൾക്ക് പേരിടാത്ത 21 ദ്വീപുകൾക്ക് പ്രധാനമന്ത്രി പരാക്രം ദിവസത്തിൽ പേരിട്ടു. അതൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ ചക്ര. ഓപ്പറേഷൻ ചക്ര എന്ന് പറയുന്നത് എന്താണ്? സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ CBI നടത്തിയ ഓപ്പറേഷനാണ്. രാജ്യത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക അവിടെയാ, നമുക്കറിയാം. അട്ടിക്കട്ടിക്ക് ഇങ്ങനെ ഇട്ടിക്കുകയാണ്. വാഗ അതിർത്തിയിൽ നല്ല ഉയരമുള്ളവരാണ് പഞ്ചാബികൾ. പഞ്ചാബിലെ അമൃത്സറിൽ 418 അടി ഉയരമുള്ള, അതിൽ 48 നമുക്കറിയാം 8848 എവറസ്റ്റിന്റെ ഉയരമാണ്. ആ 48ന്റെ ഇടയിൽ ഒരു പോസ്റ്റാണ്ട് നാട്ടി, അപ്പൊ 418 നമ്മുടെ ഓർമ്മയിൽ അത് നിന്നു. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള ദേശീയ പതാക. ശ്രേഷ്ഠ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഗുണമേന്മ വിദ്യാഭ്യാസത്തിനുള്ള പദ്ധതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദ്രൗപദി മുർമുവിന്റെ ആത്മകഥ ഫ്രം ട്രൈബൽ ഹിന്റർലാൻഡ്സ് ടു റേസിന ഹിൽസ്. അതുപോലെ അവർ അധികാരമേറ്റ ദിവസം 2022 ജൂലൈ 25. ജൂലൈ എന്ന് പറഞ്ഞാൽ 7ാം മാസം. ഓർത്തിരിക്കുക, 47 ആഗസ്റ്റ് 15 ശേഷം ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ്. നമ്മുടെ രാഷ്ട്രപതിയായി എത്തുന്നവരിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആദ്യത്തെ വ്യക്തിയാണ്. 2 ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ്. 5 വർഷത്തേക്കാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ഓപ്സിന്റെ കണക്കനുസരിച്ച് ലോകത്തെ ഏറ്റവും ശക്തരായ 100 സ്ത്രീകളിൽ നിർമ്മല സീതാരാമനും 32ാമത്തെ സ്ഥാനമാണ്. മറ്റു 3 പേര് കൂടിയുണ്ട്. ആ 32 ഓർത്തിരിക്കാൻ ഞാൻ ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് 32 കിട്ടും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.